Destiny. Let's hear it for Mr. Joby Paul. Wow. Hello sir, good morning. Nice to have you here, and we would like to hear some motivating words from you. And actually you should tell us how did it all start. Good morning to all. First of all, I would like to express my sincere thanks to the organizers for inviting me. This is a great honor for me to be here and to have to be a part of this event and to address you all. എല്ലാവരും വളരെ പമ്പ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആഫ്റ്റർ ദ സൂപ്പർ സെഷൻ. ഈവൻ ഐ ആം ഓൾസോ ട്രൂലി ഇൻസ്പയർഡ്. കൊച്ചു കുട്ടികളുണ്ട്, ടീനേജേഴ്സ്, യങ് പാരൻസ്, ആൻഡ് ഐ ക്യാൻ സീ സം senior people also. They are all ready to start the run and to have a strong finish. As an endurance athlete, a triathlete and a fitness influencer, I can tell you how important it is to make conscious decisions like this for our healthy lifestyle. നമുക്ക് എല്ലാവർക്കും അറിയാം, we are in the world of a lifestyle diseases. അല്ലേ, ഓരോ ദിവസവും ഓരോ പുതിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നു. എക്സ്ക്യൂസ് മീ പ്ലീസ്. ഈ ടോക്ക് ഞാൻ മെയിൻലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അപ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കുക. സോ നമുക്കറിയാം, ഓരോ ദിവസവും ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നു. അതിനകത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഫാക്ട് നമുക്കറിയാം. ബട്ട് അതിനേക്കാളും അലാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏജ് ഓരോ ജനറേഷൻ കഴിയുമ്പോൾ കുറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ പാരൻസിന് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തെങ്കിലും, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം ഒബിസിറ്റി ടു അപ് ടു ക്യാൻസർ വരെ ഉള്ള പല കാര്യങ്ങളും ഇപ്പോൾ പല രോഗങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ വരുന്നതാണ്. ഇത് ഇപ്പോൾ പ്രായമുള്ള ഒരാൾക്ക്, നിങ്ങളുടെ പ്രീവിയസ് ജനറേഷനിൽ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്ത ഏജിനേക്കാളും ഒരു 10 to 15 years ാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് there is a good news. These are all lifestyle diseases. That means if you change your lifestyle, you can prevent it, and up to an extent you can reverse them. That means it is not a problem without a solution, and the solution lies in 3 things: how we eat, how we move, and how we take care of our body. അപ്പോൾ always a healthy lifestyle start with the diet. എന്താണ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഏതൊരാൾക്കാരുടെ അടുത്തും ഡയറ്റ്, എസ്പെഷ്യലി മലയാളികളുടെ അടുത്ത് ഡയറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ഐ എം ഓൺ എ ഡയറ്റ്. മലയാളികളെ സംബന്ധിച്ചോളം ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് കട്ട് ചെയ്ത് പകരം ചപ്പാത്തി ആക്കുക, ഷുഗർ കട്ട് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് മലയാളികൾക്ക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. അതല്ല ആക്ച്വലി ഡയറ്റ്. നമ്മൾ ഇന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നാൽ കാണുന്ന ഫുഡ് ഐറ്റംസ് എന്ന ടാഗിൽ നമ്മൾ കാണുന്ന 90% ഐറ്റംസും നമ്മുടെ ഹ്യൂമൻ ഡയറ്റിൽ ഒരു 50 years ബാക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളല്ല. ദേ ആർ ഓൾ പ്രോസസ്ഡ് ഫുഡ്സ്. ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. ഈവൻ ഞാനും അതുപോലെ എൻ്റെ വീട്ടിലും പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. പ്രോസസ്ഡ് ഫുഡ് മീൻസ് ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ഷുഗറി ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ്, ബ്രെഡ്, അതുപോലെ നമ്മൾ നോർമൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഓരോ ദിവസവും പോകുമ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇതൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. ഇതിനകത്തെല്ലാം ഇപ്പോൾ പ്രോസസ്ഡ് മൈദ ഉപയോഗിച്ചുള്ള സാധനങ്ങൾ, ബ്രെഡ്, ജാം, അതുപോലെ നിങ്ങൾ ന്യൂട്ടല്ല, ഹോർലിക്സ്, ബൂസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഹെൽത്തി ഫുഡാണെന്ന് വിചാരിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും ഒരു 50 വർഷം മുമ്പ്, നിങ്ങളുടെ 2 ജനറേഷൻ മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ഹ്യൂമൻ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്ന സാധനങ്ങളല്ല. മനസ്സിലായോ? ഈ സാധനങ്ങളാണ് നമ്മളിപ്പോൾ വാങ്ങിച്ച് കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്തു അല്ലെങ്കിൽ റൈസ് കുറച്ച് ചപ്പാത്തി ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറ്റ് ആവുന്നില്ല. അപ്പൊ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വളരെ കുറച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ റീസൺ വേറെ എങ്കിലും പോകണ്ട, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ബേസിക്കലി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കമ്പോണൻസ് ആണ് ആവശ്യം. എ ഗുഡ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ, എ ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ്, ദെൻ എ ഗുഡ് എമൗണ്ട് ഓഫ് ഫൈബേഴ്സ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഈ 5 കമ്പോണൻസ് ബാലൻസ്ഡ് ആയിട്ട് വരുന്ന മീൽ കഴിക്കുന്നതാണ് നമ്മൾ ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്ത് ഷുഗർ കട്ട് ചെയ്ത് പകരം ജാഗറി അല്ലെങ്കിൽ ഹണി ആക്കുന്നു, അല്ലെങ്കിൽ റൈസ് കട്ട് ചെയ്ത് പകരം ചപ്പാത്തി ആക്കുന്നു. ഇതല്ല ഡയറ്റ്. നൗ കമ്മിങ് ടു എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു അതുപോലെ തന്നെ ഡയറ്റിലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഡയറ്റിൽ ആളുകൾക്ക് വേറൊരു ഇതാണ്, നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ഫ്രണ്ട്സ് ചോദിക്കും, യു ഡു എ ലോട്ട് ഓഫ് വർക്ക്ഔട്ട്സ്, യു റൺ എവറി ഡേ മോർണിംഗ് 10 to 15 കിലോമീറ്റേഴ്സ് എവറി ഡേ ഓടും, അതുപോലെ എവറി ഡേ ജിം ചെയ്യും, സോ യു ക്യാൻ ഈറ്റ് വാട്ട് എവർ യു വാണ്ട്. അബ്സല്യൂട്ട്ലി റോങ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ കൊച്ചു കുട്ടികളിൽ വരെ നമ്മൾ ഒബീസിറ്റി കാണുന്നു. ഞാനൊരു അത് പറഞ്ഞപ്പോഴാണ് ഒരു കഴിഞ്ഞ വീക്കിൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഒബീസ് ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു 8 വയസ്സ് കാണും. അവൻ അമ്മയും കൂടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. ഇവന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ നോക്കിയപ്പോഴാണ് ഞാൻ ഈ കൊച്ചിനെ ശ്രദ്ധിച്ചു. അവന്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ 3 പാക്കറ്റ് ലേസ്, ഒരു ഹാഫ് ലിറ്റർ പെപ്സിയോ കൊക്കോളയോ സംതിങ് ലൈക്ക് ദാറ്റ്, പിന്നെ കുറെ ബിസ്ക്കറ്റ്സും. ഇത് അവൻ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അമ്മയുടെ ബാസ്ക്കറ്റിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, ബ്രെഡ്, നൂഡിൽസ്, അങ്ങനെ കുറെ നോർമലി നോർമൽ എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ. സോ ഈ കുട്ടി ഇപ്പോൾ ഒബീസാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ ഹൈപ്പർ ആക്റ്റീവ് ആവും, അവന്റെ കോൺസെൻട്രേഷൻ പോകും. പിന്നീട് ഹോർമോണൽ ഡിസ്ട്രപ്ഷൻസ്, അതായത് ഹോർമോൺസ് ഓരോന്നോരോന്നായിട്ട് ബാലൻസ് പോകും. ദെൻ ഓരോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പിന്നീട് ദേ വിൽ സ്റ്റാർട്ട് മെഡിസിൻ. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക്